അപ്പോൾ ജേണൽ വീഡിയോ പാർട്ട് 2 വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാഷി ടൈപ്പാണ്. അതിനായിട്ട് ഒരു പേപ്പർ വേണം, പിന്നെ സ്കെച്ചസ് വേണം. എടുക്കട്ടെ. സ്കെച്ച് വേണം, ഒരു സെല്ലോ ടേപ്പും വേണം, പിന്നെ ഒരു പെൻസിൽ, ഒരു സ്കെയിൽ. ഇത്രയും സാധനം മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പേപ്പർ എടുക്കാം. ഇത് ഒരു നീണ്ട ബുക്കാണ്. സോ ഈ പേപ്പറിലോട്ട് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കണം. ആദ്യത്തെ കർമ്മം അതാണ്. ഇത് എൻ്റെ അമ്മ എഴുതി പഠിക്കാൻ തന്ന ബുക്കാണ്. എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നല്ല പെയിനായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോഴാണ് ജേണലിൻ്റെ വീഡിയോ എനിക്ക് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയായിരുന്നു. അന്ന് ഞാൻ പോളിടാൻ മറന്നു അടുത്ത് എന്താ വേണ്ടതെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ഇടുന്നുണ്ട്. അപ്പം എന്താ അടുത്തത് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക. ഇത്തിരി നീണ്ടതാണ്, ഞാൻ കാണിക്കാമെന്നല്ലോ. എൻ്റെ വലിയ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് റഫ് ബുക്കിൻ്റെ മിഡിൽ പേജ് രണ്ടാക്കാം. ഇതേപോലെ ഇതൊരു റഫ് ബുക്കായിരുന്നു. ഈ റഫ് ബുക്കിൻ്റെ ഒരു പേജ് കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് മിഡിൽ പേജ് വെച്ച് മുറിച്ചെടുത്തുമ്പോൾ ഇത്രയും കിട്ടി എനിക്ക്. അപ്പോൾ ഇത്രയും വരച്ചിട്ട് കണ്ടോ, ഒരു സൈസാണിതിന്. അതിനെക്കാട്ടും വലുതാണിത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒറ്റ വാഷി ടേപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അടുത്ത ദിവസം വേറെ എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു വാഷി ടേപ്പ് ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ. ഇനി നമുക്കൊരു പച്ച കളറ് സ്കെച്ചും ഒരു എന്താ വേണ്ടേ, പച്ച മതിയല്ലേ? ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയും എടുക്കാം. ഇലകളാണേ. ഇതൊരു ഇലയുടെ തീം വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് സ്പേസ് വരുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ കൊണ്ട് കളർ അടിക്കാനാണ് അതിൻ്റെ നടുക്ക് സ്പേസ് വിട്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇവിടെയും കൂടി ചെയ്യാം. അടുത്ത കളറ് ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എടുക്കാം. നിങ്ങൾക്ക് പെർഫെക്ഷൻ വേണമെങ്കിൽ പെർഫെക്ഷൻ വരയ്ക്കാം. ഇനി ഈ ഡിസൈൻ വേണ്ട, പുതിയ വേറൊരു ഡിസൈനൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ ശേഷം ഇനി അടുത്ത ദിവസം ഞാൻ വേറെ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ എപ്പോൾ ഇടാമെന്ന്. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ എല്ലാ സാധനം വെച്ചിട്ടൊരു കുഞ്ഞ് ജേണൽ ചെയ്യുന്നതും കാണിക്കുന്നതാണ്. എനിക്ക് ഇല വരയ്ക്കാൻ അറിഞ്ഞിട്ടല്ല, പെട്ടെന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ തന്നെ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ കാണിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ
നമ്മളുടെ ഒറിജിനൽ ക്രഷ് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, അത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതെനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. അവരൊക്കെ ക്രോപ്പ് ചെയ്താണ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അവരിങ്ങനെ അരഭാഗം ചെയ്യും, പിന്നെ അരഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് ചെയ്യും, പിന്നെ എല്ലാം കൂടി ഒറ്റ എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ അത്രയ്ക്കും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് കത്രികയാണ്. അത് വേണമല്ലോ അല്ലേ, കത്രികയല്ലാണ്ട് എന്ത് കളി. പിന്നെ സെല്ലോ ടേപ്പ് വേണം, പിന്നെ ഗ്ലൂ കൂടി വേണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുക. ആ ടൈമിൽ ഞാനിവിടെ ഗ്ലൂ ടേപ്പ് പരതണമായിരുന്നു. ഗ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, കണ്ണാടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയോടെ ചെയ്തതാട്ടോ. ഇതിൻ്റെ അകത്ത് കാണിക്കാം. ഇതാണ് ഗ്ലൂ. വിക്സിനെ പോലെ ഉണ്ടാവും, പക്ഷെ ഇത് ഗ്ലൂ ആണ്. വിക്സിനെ പോലെയുള്ള ഗ്ലൂ. അങ്ങനെയാണ് ഞാൻ ഗ്ലൂ ഉണ്ടാക്കാറ് ഇവിടെ. ഇനി ബാക്കി കൂടി ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതിൻ്റെ അറ്റം പിടിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം. എനിക്ക് എല്ലാത്തിനേക്കാളും കൂടുതലും ഇഷ്ടം ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് ടൈം കളയുന്നതാണ്. ഒരു സാറ്റർഡേ സൺഡേ കിട്ടിയ 2 മണിക്കൂർ പഠിത്തം, ബാക്കി എല്ലാ മണിക്കൂറും ഇതേപോലെ ചെയ്യലും ആട്ടോ എൻ്റെ പണി. 2 മണിക്കൂർ പഠിത്തം, പിന്നെ ഇങ്ങനെ ചെയ്യൽ. അതിന് ശേഷം ഒരു 2-2:30 ആകുമ്പോൾ എനിക്ക് ഡാൻസിന് പോകണം. ആ ടൈം കൊണ്ട് അതിനുള്ളിൽ ഞാൻ പഠിച്ചും ഇത് ചെയ്തും തീർക്കും. കാരണം ഇത് ചെയ്യും, അത് കാരണം ആ ടൈമിലാണ് ഈ വീഡിയോ എടുക്കാൻ എനിക്കൊരു ബുദ്ധി വന്നത്. അന്ന് തൊട്ടാണ് വെക്കേഷന് തുടങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ABCD അറിയില്ലായിരുന്നു, വീഡിയോ എങ്ങനെ എടുക്കണേന്ന്. പിന്നെ ഞാൻ ആൾക്കാരോട് ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാണ് ഇതുണ്ടാക്കിയെടുത്തത്. അടുത്തത് നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പിൻ്റെ ഇവിടെ വെച്ചാണ് കിട്ടി. സെല്ലോ ടേപ്പ് കിട്ടി. ഇനി നമുക്ക് കളറിങ്ങനെ വെച്ച് ഒന്ന് നോക്കണം. ഓക്കെ, ഇനി സെല്ലോ ടേപ്പ് ഇങ്ങനെ എടുക്കുക. അവിടെ പോയി, എവിടെയാണ്? ഇനി ഇത് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ സാധനവും ഇവിടെ നിന്ന് മാറ്റി വെക്കണം. ബുക്കൊക്കെ മാറ്റി വയ്ക്കുക. ഇങ്ങനെ ക്ലീനാക്കി ഒരു ബെഞ്ച് എടുക്കുക. ഇനിയുള്ളത് ഇത്തിരി ടാസ്ക് വിട്ട പരിപാടിയാണ്, അതുകൊണ്ടാണ്. ഇനി എന്താ, ഇതൊന്നിങ്ങനെ മടക്കിയിട്ട് ഇടട്ടിച്ചിട്ടുണ്ട്. ഇത്രയും അങ്ങോട്ട് എടുത്ത് ഇങ്ങനെയല്ലല്ലേ, ഇങ്ങനെയാണ്. ഇനി എവിടെയും കൂടി ഒന്ന് ഇതേപോലെ സിസർ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. കണ്ടല്ലോ അല്ലേ, സിസർ വെച്ച് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെ വെച്ച് മുറിച്ച് നോക്കാം. അടുത്തത് ഇതിങ്ങനെ കമഴ്ത്തിയോ നേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കണം. ഇത്തിരി പാടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്തോ. അപ്പോൾ പിന്നെയുണ്ട് ഒട്ടും, പക്ഷേ ഇത് എളുപ്പമാണ് ചെയ്യാൻ. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇതിങ്ങനെ ചുരുട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കില്ല, നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ്. ആ ഒരു മെത്തേഡാണ്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? ഇനി ഇതെങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചെറിയൊരെണ്ണം വെച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ തപ്പാനാണ് പാട് ഗായ്സ്. ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇനിയും ചെയ്യുന്നുണ്ട്. ഒരു പീസ് കൂടി ഉണ്ടല്ലോ, 2 പീസില്ലേ. അപ്പോൾ ഇനി ഈ ഒരു പീസ് എടുത്തിട്ട്
ഇതേപോലെ കണ്ട, ഇതേപോലെ മടക്കിയിട്ട് ഒരു മടക്കും കൂടി ഇങ്ങനെ കൊടുത്താൽ മതി. ചടങ്ങുണ്ടാ മടക്കാത്ത കണ്ടോ, വെക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇത് 2 സൈഡ് ഒട്ടുണ്ട്. കണ്ടോ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് വെട്ടിക്കളിക്കളയാം. നമുക്കിത് മാത്രമാണ് ആവശ്യം. എൻ്റെ അമ്മ എണ്ണാക്കിളകിപ്പം തന്നെ എന്നുവെച്ചാൽ മതിയായി ചെയ്ത്. അതാ അവിടെ സംസാരിക്കുന്ന കേട്ടോ, അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. അപ്പം അതേ ഇനി കണ്ടോ, വാഷി ടേപ്പ് എടുക്കുക. അയ്യോ, നമ്മൾ മുറിച്ച് വെച്ച് പീസ് എടുക്കുക. കാണാൻ പറ്റുന്നില്ലെന്ന് നോക്കണം. അതെ കണ്ടോ, തുമ്പേ ഞാൻ കാണിക്കുന്നുണ്ട്. അറ്റം തൊട്ട് നമുക്കിത് അങ്ങോട്ട് ഒട്ടിച്ച് തുടങ്ങാം. നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന രീതിയിൽ വേണം. ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇപ്പം ഇനിയും വേണം പീസ്. കണ്ടോ, ഇത്ര ആയിട്ടുള്ളൂ. ഇനി ഒരു പീസ് ഇവിടെ കിടക്കുന്ന കണ്ട്, അപ്പം അതെടുത്തിട്ടൊന്ന് ഇടുന്നാൽ ഇത്തിരി പീസ് എടുക്കുക, വെക്കുക. ഇനി ഇത്രയും ഭാഗം കാണാനുണ്ടോ? അതെ, ഇത്രയും ഭാഗം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. മറ്റേ ഭാഗം വെച്ച് ഒട്ടിയോ, മറ്റേ ഭാഗം ഇട്ടൊട്ടിക്കാനാണ് ഇത്രയും ഭാഗം. ഇങ്ങനെ തിരിച്ചൊട്ടിക്കണം. ഇങ്ങനെ തിരിച്ചൊട്ടിക്കാനാണ് ഈ ഭാഗം. ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് പശ എടുക്കാം. നമ്മുടെ ഗ്ലൂ സ്റ്റിക്കില്ല, അതിൻ്റെ അണ്ണാക്ക് ഞാൻ പുറത്തെടുത്തതാണ്. പണ്ടെവിടെയോ വാങ്ങിച്ച ഗ്ലൂ സ്റ്റിക്കാണ്. അതിൻ്റെ അണ്ണാക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അമൃതാഞ്ജൻ്റെ കുപ്പി. ഹായ്, നല്ല സ്മെല്ല് അമൃതാഞ്ജൻ്റെ. ഉണ്ടോ അല്ലേ? ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും പീസ് കൂടി വേണം. അതിൻ്റെയും കൂടി ഉണ്ടാക്കാൻ നമുക്ക്. പിന്നെ സെല്ലോ ടേപ്പ് നമുക്ക് പരുത്താം. എനിക്ക് വിസിലൊന്നും ഇടാനറിയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിസിലോടെ ഇരുന്നതല്ലേ. ഇനി ഷൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. നല്ല സുഖമാണ്. ഉണ്ടോ? ഇനി അത്യാവശ്യം പീസ് എടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇത്ര മതി. ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചേച്ചി സെല്ലോ ടേപ്പല്ല, നമ്മുടെ വാഷി ടേപ്പ് റെഡി ആയോ എന്ന് ചോദിക്കല്ലേ. ആയിട്ടില്ല, ഇനിയുണ്ട് പണി. അതല്ലേ സങ്കടം. ഈ വാഷി ടേപ്പ് ഉണ്ടാക്കാൻ പോയാൽ 1 മണിക്കൂർ അങ്ങനെ പോവും, അറിയേയില്ല. 1 മണിക്കൂറല്ല, ഇതിനൊരു അരമണിക്കൂറെങ്കിലും വേണം. എനിക്കിത് എത്ര മിനിറ്റ് കൊണ്ട് അറിയില്ല. ലാസ്റ്റ് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇപ്പോൾ 14 മിനിറ്റായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ പതുക്കെ ഓരോരോ ഭാഗമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഞാൻ അങ്ങനെ സെല്ലോ ടേപ്പൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ട് ചാനലേ ആവും. അല്ലാതെ എനിക്ക് വാശിയൊന്നുമില്ല. എനിക്ക് അതില്ലാണ്ട് ചെയ്യാൻ പറ്റൂല, ഇതില്ലാണ്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊന്നും എനിക്കില്ല.
ഇത് ചെയ്ത സാധനം എടുക്കുമ്പോഴാണ് പിന്നെ അത് വിടർന്നു വന്നത്. പിന്നെ അത് പിന്നെ ഒട്ടിക്കുന്ന ഗതികേടായി. അമ്പടോ ദേവ, അമ്പടിക്കല്ല. ഓ ഗൈസ്, അത് ഒട്ടിയ സ്ഥലത്ത് നിന്നും പോകുന്നു. ഉണ്ടോ? അതൊന്നും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അതുകൊണ്ട് ഇത്തിരി സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട് അത് ഒട്ടിക്കാനായിട്ട്. അയ്യാ പണ്ടാരം. ഇപ്പിത്തിരി ലോങ് ലാസ്റ്റിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. കണ്ട, എല്ലാം കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു എക്സ്ട്രാ വന്നത് ഞാൻ കണ്ടത്. ഉണ്ടോ? ഡോറയുടെ പാട്ട് എന്ന് പറയാനിരുന്നതാണ് ഡോറയുടെ പാട്ട്. ഇനി ഇത്തിരി ഗ്ലൂ എടുക്കുക, അല്ലെങ്കിൽ അമർത്താന്തനെന്നും പറയാം. അമർത്താന്തൻ എടുക്കുക, അല്ല ഗ്ലൂ ആണേ. എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ആണെങ്കിൽ കുഞ്ഞു വാവകൾ മീൻസ് LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തതല്ലേ? ഇതൊക്കെ ചെയ്യാൻ അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമൃതാഞ്ജൻ. ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ അമൃതാഞ്ജൻ ഒന്നും കാണാൻ പറ്റില്ല, കാണാൻ പോലും പറ്റില്ല. എല്ലാം ഗ്ലൂ ആണ് വന്നിട്ട് യൂസ് ചെയ്തോളും. അതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഇനി മനസ്സിലായില്ലെങ്കിൽ വേണ്ട. ഇനി അടുത്തൊരു പണി എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാനാണ്. ആഹാ സൂപ്പർ. അവിടെ പിന്നെയും വിട്ട് തന്നിട്ടുണ്ട്. ഉണ്ടോ? ഇത് കാണാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാണാം. ഇതും അവിടെ തന്നെ ഇട്ട് തരാം. ഇനി ഇതിൻ്റെ മേലെയാണ് സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ടത്. ഇത് സത്യത്തിലൊരു സെല്ലോ ടേപ്പിൻ്റെ കളി തന്നെയാണ്. കുറേ സെല്ലോ ടേപ്പ് വേണം ഇതിന് കേട്ടോ. ഇതിനും വേറൊരു വീഡിയോ, ഇതിനും ഇങ്ങനെയല്ല ശരിക്കും. ഇത് പിന്നെ സെല്ലോ ടേപ്പ് എങ്ങനെ കുറവ് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ ആണിത്. ശരിക്കും കുറേ എന്ന് വെച്ചാൽ കുറേ വേസ്റ്റാവും, കുറേ യൂസും ആവും. അങ്ങനത്തെ ഒരു ഇതാട്ടോ. ഇത്തിരി പുറത്തും വെച്ചിട്ട് ഒട്ടിക്കണം. ഇങ്ങനെ 2 സൈഡ് ഒട്ടിക്കണം. 2 സൈഡല്ല, 2 ഒട്ടിക്കണം. അപ്പം ഇതിനാട്ടോ ആദ്യം ഞാൻ ഒട്ടിക്കുന്നത്. എനിക്ക് വായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പോട്ടിഫൈ ഒന്നും വെച്ചില്ലെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും പാട്ടൊക്കെ വരും. എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിക്കണ്ടുപിടിച്ചോണ്ട് ഞാൻ വരില്ലെങ്കിൽ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയ്ക്കും പാടൊട്ടിക്കാൻ. കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? വാട്ടർ പ്രൂഫും ആവും. അപ്പം വെള്ളം ഇട്ടാലും പോകാത്ത വാഷി ടേപ്സ് ആകും. കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ചെടുക്കാം. കണ്ടോ? അയ്യോ, എങ്ങനെ ഒട്ടിച്ചെന്ന് ചോദിച്ചാൽ ഗ്ലൂ വെച്ചാണെങ്കിൽ ഒട്ടിക്കാൻ. ഇതെണ്ണ ഗ്ലൂ ഇല്ലാണ്ട് ഈ 2 മുല്ല ഒട്ടിച്ചിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ മൂലയ്ക്ക് ഇത്തിരി സെല്ലോ ടേപ്പിൻ്റെ ഇത് ഞാൻ അംശം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അംശം വെച്ചിട്ടാണ് ഉണ്ടാക്കി. കണ്ടപ്പോൾ ഇത്രയും നീളമുള്ള വാഷി ടേപ്പായിട്ടുണ്ട്. ഇനി ഒരറ്റം മുറിക്കണ്ട, ഈ ഒരറ്റത്തെ മുറിച്ചെടുക്കാം.
പക്ഷെ ഒരു നുള്ള ഭാഗം ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാൻ കാണുമല്ലോ. ഇരുന്നുള്ള വന്നാൽ ഒട്ടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഓസ് ഉണ്ടാക്കൽ പരിപാടിയാണ്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു പേപ്പർ എടുക്കുക. പേപ്പറിൻ്റെ ഇത്രയും ഭാഗം മാക്സിമം മുറിച്ചെടുക്കുക. ഇനി ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ മുറിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതും സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യാം. ഇനി സെല്ലോ ടേപ്പല്ല, നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സെല്ലോ ടേപ്പ്സ് ഇല്ലേ, മിനി സെല്ലോ ടേപ്പൊക്കെ കിട്ടൂലേ കടയിലൊക്കെ മിനി സെല്ലോ ടേപ്പ് കിട്ടൂലേ. ഇത് ഇത്രയും നീളമുള്ള മിനി സെല്ലോ ടേപ്പ്സ് എന്ന് വെച്ചാൽ ഇത്രയും തിന്നസ് ഉണ്ടാവും പേപ്പർ. ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാൻ ആ ഭാഗം മുറിച്ചെടുത്ത് ഇത്രയും തിന്നല്ല. എക്സാമ്പിൾ പറയാൻ ഈ ഒരു ക്യാപ്പിൻ്റെ അത്രയൊക്കെയുള്ള സെല്ലോ ടേപ്പ് ഇത്രയും തിന്നസ്സുള്ള ഈ ഒരു അളവിൽ സെല്ലോ ടേപ്പൊക്കെ വാങ്ങാൻ കിട്ടൂലേ. അപ്പോൾ ആ സെല്ലോ ടേപ്പിൽ കിട്ടുന്ന ആ കവറാണെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിൽ വേണം കിട്ടിച്ചെടുക്കുക. അപ്പം ഈ ഒരു കവർ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞെന്നല്ല, ഞാൻ വലിച്ചെറിഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഈ പേപ്പർ അതെ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. അതെ ഇതിനൊന്ന് മടക്കാം. ഇത് എന്തിൻ്റെ അളവിൽ വേണം? ഈ ഒരു വിക്സിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചില്ലേ, ആ ഒരു വിക്സിൻ്റെ ബോട്ടിലിൻ്റെ അളവ് വേണം. ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അയ്യോ കണ്ടോ, ഈ ഒരു അമൃതാഞ്ജൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണ്ടോ? അതിൻ്റെ അറ്റം വരുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി പതുക്കെ അതിന് വലിച്ചു കൊടുക്കാം. കണ്ടോ കിട്ടിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫൊക്കെ കോട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഇനി അത് പേപ്പർ സെല്ലോ ടേപ്പ് പൊട്ടാത്ത ഭാഗമുണ്ടല്ലോ, അത് മുറിച്ച് കൊടുക്കണേണ്. പിന്നെ സെല്ലോ ടോപ്പ് ബാക്കിയും വന്നിട്ടുണ്ട് ഇതിൽ, അപ്പം അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടോ എല്ലാം കൂടി ലെവൽ ചെയ്ത് ഇതേപോലെ ഒരു റോളാക്കി കൊടുക്കാം. ഇനിയാണ് പരിപാടി. ഇത് ചുറ്റിക്കൊടുക്കൽ. ഈ ഒരു ചുറ്റിക്കൊടുക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലോ ടേപ്പല്ല വാഷി ടേപ്പ് റെഡി. അപ്പം ഇത്രയും ഭാഗം ഒട്ടി വന്നതില്ലേ, അത് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതൊട്ടിച്ച് കൊടുക്കാം. ഉണ്ടോ കണ്ടോ? ഇനി ഇതേപോലത്തെ ഒരു ഗ്രിഡിൻ്റെ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഷോർട്ട് വീഡിയോ ഇടാം. അത് എഡിറ്റ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്തതിന് മുമ്പ് എഡിറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണേന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്തത്. കണ്ടോ, ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇത്രയെങ്കിലും കഴിഞ്ഞില്ലേന്ന്. ഈ ചുറ്റിയെടുക്കൽ ഇത്തിരി പാടുപെട്ട പണിയാണ്, എന്നാലും നമ്മൾ ചെയ്തെടുക്കും അല്ലേ. എല്ലാ ഇതിനും കടന്നവളാണ് KK മാധവ്, KK ജോസഫ്. അപ്പം കണ്ടോ അപ്പോൾ വാഷി ടേപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഒട്ടിപ്പിടിച്ചു. അതിൻ്റെ പീസ് ഞാനിങ്ങോട്ട് ഇത് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കണ്ട
നമ്മൾ ഈ ഒരു ഇതൊട്ടിച്ചതിൻ്റെ അകത്ത് അതെ ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് ഊരി വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഞാനൊരെണ്ണം എടുത്തൊട്ടിച്ച് കൊടുത്തു. ഇവിടെ കണ്ടോ ഇങ്ങനെ റിലീസായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് കാശ് ഇത്രയും പാടുപെട്ടത്. അപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ഥിരം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇത് യൂസും കൂടി ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ അയ്യോ ഇത് റിയലിറ്റി പോലെ അല്ല. ഇനി ഇതെവിടെ എന്നാ കിട്ടി ഉണ്ടോ? അത്യാവശ്യം എടുക്കുക. ഞാൻ ഈ 3 എടുക്കുന്നല്ലോ. എടുക്കുക, മുറിക്കുക, ഒട്ടിക്കുക. കണ്ടോ ഈ ഇലേൻ്റെ കൂടെ എല്ലാം കിച്ചണിൽ നന്നായിട്ട് കണ്ടോ പോകൂല, എത്ര ശ്രമിച്ചാലും പോകില്ല. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.